ഹായ് ഓൾ, ഇത് നമ്മുടെ ഫൈനൽ വീഡിയോ ആണ് ലാബിൻ്റെ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ സെർവർ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്തിട്ട് സെർവറിനകത്തേക്ക് ഒരു അറ്റാക്കർ കയറുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ വെച്ചാൽ ഇവിടെ കാണാൻ പറ്റും ഒരു സെർച്ച് ബോക്സ് ഉണ്ട് അല്ലേ, ഒരു സെർച്ച് ബോക്സ് ഉണ്ട്, എക്സിക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ ഉണ്ട്. ക്ലിയർ. ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ, ഒരു തിയറട്ടിക്കൽ സൈഡിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം, എന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ വെബ്സൈറ്റിൻ്റെ മുന്നിലും അവിടെ ലോഗിനും ഫസിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിപ്പോഴും സെർവറിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ടില്ല, വെബ്സൈറ്റിൻ്റെ മുകളിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെർവറിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് അറ്റാക്ക് ചെയ്തിട്ട് ഒരു ഹാക്കർ കയറുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, സോ അതിന് മുന്നേ ഈ ഡിസൈൻ ഒന്ന് നോക്കിയാൽ നിങ്ങൾ അതിനകത്ത് ജസ്റ്റ് റാൻഡമായിട്ട് ഒരു സൈറ്റാണ്, ഒരു വെബ്സൈറ്റാണ്, അതിൻ്റെ സെർവറാണത്. ആ സെർവറിനകത്താണ് വെബ്സൈറ്റ് കിടക്കുന്നത്, അറിയാലോ, സെർവറിനകത്താണ് വെബ്സൈറ്റ് കിടക്കുന്നത്. സോ നമ്മൾ ആ വെബ്സൈറ്റ് നെയിം അടിക്കുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ വെബ്സൈറ്റ് ലോഡാകുന്നത്. സെർവർ ഇവിടെ ഉണ്ട്, അതിനകത്ത് വെബ്സൈറ്റ് ഉണ്ട്, നമ്മൾ ആ വെബ്സൈറ്റിന് നെയിം അടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വെബ്സൈറ്റ് ഇവിടെ ലോഡാകുന്നുണ്ട്. ഇതാണ് ഇതുവരെ കണ്ട കാര്യങ്ങൾ. ഇപ്പോൾ കാണുന്ന സംഗതികളൊക്കെ എന്താണ്, ആ ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇവിടെ കാണുന്നതാണ്. ഇനി നമ്മളിവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു സംഗതി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ എന്തെങ്കിലും റാൻഡമായിട്ട് സെർച്ച് ചെയ്ത്, അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് സെർച്ച് ചെയ്യാനും ഇതാക്കാനുള്ള ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ് പല വെബ്സൈറ്റിലും ഉണ്ട്. അപ്പോൾ നമ്മൾ വെച്ചാൽ ഇപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു റിക്വസ്റ്റ് നേരെ എന്തായിരിക്കുന്നത് വെച്ചാൽ സെർവറിനകത്തോട്ട് പോകും. കാരണം എന്ന് വെച്ചാൽ ഈ വെബ്സൈറ്റ് കിടക്കുന്ന സെർവറിനകത്തല്ലേ, അപ്പോൾ എന്ന് വെച്ചാൽ ഒരു റിക്വസ്റ്റ് നേരെ സെർവറിനകത്ത് പോയിട്ട് സെർവറിനകത്ത് റൺ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അതിൻ്റെ റെസ്പോൺസ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ആമസോണിലോ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാധനം സെർച്ച് ചെയ്യുന്ന സമയത്ത് നേരെ അവിടുത്തെ സെർവറിലേക്ക് പോകും. എന്നിട്ട് ആ സെർവറിൽ നിന്ന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ചോദിച്ച, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഡ്രസ്സാണ് റിക്വസ്റ്റ് ചെയ്തെങ്കിൽ, ഒരു ഷർട്ടാണ് നമ്മൾ സെർച്ച് ചെയ്തെങ്കിൽ, അപ്പോൾ അതിൻ്റെ സെർവറിൽ പോയിട്ട് ഷർട്ട് ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അത് ഫെച്ച് ചെയ്തിട്ട് നമുക്ക് റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഇത്ര ഷർട്ട് ഉണ്ട്, ഇത്ര ടീ ഷർട്ട് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതും അതിൻ്റെ പ്രൈസ് കാണാൻ പറ്റുന്നതും. സോ ബേസിക്കലി നമ്മളിവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നേരെ സെർവറിൽ പോകുന്നു, അവിടുന്ന് ആ സാധനം എടുത്തിട്ട് നമുക്ക് റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നു. അപ്പോൾ നമ്മൾ എന്ത് സംഗതി കൊടുക്കുകയാണെങ്കിലും ബേസിക്കലി സെർവറിൽ പോയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ റൺ ചെയ്തിട്ടാണ് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ സാധാ നോർമൽ സെർച്ചിന് പകരം ഒരു മലീഷ്യസ് ആയിട്ടുള്ളൊരു കോഡ്, സിമ്പിളി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ പറയുകയാണെങ്കിൽ ഒരു ഹാക്കിംഗ് കോഡ്. ഓക്കെ, ഒരു മലീഷ്യസ് കോഡ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് സെർച്ച് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വെച്ചാൽ ഈ മലീഷ്യസ് കോഡ് നേരെ എന്തായിരിക്കും സെർവറിൽ പോകും. നേരത്തെ നോർമലി ആ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ബാക്കി സെർച്ച് ചെയ്യുന്ന അതേപോലെ തന്നെ ഈ മലീഷ്യസ് കോഡ് സെർവറിനകത്ത് പോകും. എന്നിട്ട് അത് റണ്ണാവുമ്പോൾ നമുക്ക് റെസ്പോൺസ് കിട്ടും. ക്ലിയർ. അപ്പോൾ എന്താ സംഭവിച്ചാൽ നോർമലായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നതിന് പകരം ഒരു മലീഷ്യസ് കോഡ് കൊണ്ടുപോയിട്ട് സെർവറിൻ്റെ ഇതിനകത്ത് പോയിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നേരെ സെർവറിനകത്ത് പോയി ആ റണ്ണാവുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ആ മലീഷ്യസ് കോഡ് ഇവിടെ റണ്ണാവുകയാണ്. അപ്പോൾ ആ കോഡിൻ്റെ അകത്ത് എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ സാധനം റണ്ണായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലായല്ലേ? ഇപ്പോൾ നിങ്ങളോട് പറയാറില്ലേ, അറിയാത്ത ആപ്ലിക്കേഷൻസ് ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യരുത്, അറിയാത്ത ആപ്ലിക്കേഷൻസ് കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യരുത്. അതെന്തുകൊണ്ടാണ്? ഈ നമുക്ക് അറിയാത്ത ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ക്രാക്ക്ഡ് വേർഷൻസ് ഉള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ അത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് അങ്ങ് റണ്ണായി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും മലീഷ്യസ് കോഡ് ഉണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം അങ്ങ് ഹാക്കായി പോകും. മനസ്സിലായോ? സോ സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മൾ നോർമലി ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്നു, അത് നേരെ സെർവറിൽ പോയി റണ്ണാവുന്നു, നമുക്ക് റെസ്പോൺസ് കിട്ടുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ആ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മലീഷ്യസ് കോഡ് അങ്ങ് കിട്ടുന്നു, ഒരു ഹാക്കിംഗ് കോഡ് കിട്ടുന്നു. ആ ഹാക്കിംഗ് കോഡ് അതേപോലെ തന്നെ എന്ത് ചെയ്യും, സെർവറിൽ പോകുന്നു, റണ്ണാവുന്നു, റെസ്പോൺസ് കിട്ടുന്നു. അപ്പോൾ ഇവിടുത്തെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ മലീഷ്യസ് കോഡിൻ്റെ അകത്ത് ഈ സെർവർ ഹാക്ക് ചെയ്യാനുള്ള കോഡായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ കോഡ് സെർവറിനകത്ത് പോയി സെർവർ റൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സെർവർ ഹാക്കായിട്ട് അറ്റാക്കറിന് കിട്ടും. ഇതാണ് ബേസിക്കലി നടക്കുന്നത്. ഓക്കെ, സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു മലീഷ്യസ് കോഡ് ഇടുന്നു, അത് സെർവറിൽ പോയി റൺ ആവുന്നു, അറ്റാക്കറിന് ആ സെർവർ എന്ത് ചെയ്യുന്നു, ഹാക്കായിട്ട് കിട്ടുന്നു. ഇത്രയാണ് നമ്മൾ സിംപ്ലി മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്കിത് പ്രാക്ടിക്കലൂടെ എങ്ങനെ ചെയ്യാൻ നോക്കാം. സാധാരണ നോർമലി ഞാനിപ്പോൾ നോർമലായിട്ടുള്ള ഒരു സ്ട്രിങ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു, എക്സിക്യൂട്ട് കൊടുക്കുന്നു. ഇത് കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഞാൻ റാൻഡമായിട്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ ഇതിനകത്ത് സിമ്പിൾ അറ്റാക്ക് ഉണ്ട്, അത് ഞാൻ ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലുള്ള അറ്റാക്കിലേക്കാണ് മാറ്റുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ സിമ്പിൾ അറ്റാക്ക് പഠിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് നമുക്ക് ആവശ്യമുള്ള അറ്റാക്ക് പഠിക്കണം. സോ ഞാൻ നോർമലി ഇവിടെ സാധനം സെർച്ച് ചെയ്യണം. അപ്പോൾ എക്സിക്യൂട്ട് കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, നേരെ ഇതേപോലെ തന്നെ ഇവിടെ സെർച്ചർ കൊടുക്കുന്ന പോലെ തന്നെ നേരെ സെർവറിൽ പോകുന്നു, റൺ ആവുന്നു, റെസ്പോൺസ് കിട്ടുന്നു. സോ ഞാൻ ഇവിടെ കൊടുക്കുന്ന എക്സിക്യൂട്ട് കൊടുക്കുമ്പോൾ എന്തായിരുന്നു, എനിക്ക് പ്രോപ്പറായിട്ട് റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, എന്തായാലും അത് റൺ ആവുന്നുണ്ട്, അത് ഉറപ്പാണ്. കാരണം റൺ ആവുന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഞാനിവിടെ കൊടുക്കുമ്പോൾ എക്സിക്യൂട്ട് കൊടുക്കുമ്പോൾ മുകളിൽ കണ്ടിട്ടുണ്ടോ ജസ്റ്റ് കറങ്ങുന്നുണ്ട്, ജസ്റ്റ് കറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലോഡിങ് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, എനിക്ക് റെസ്പോൺസ് കിട്ടുന്നത്. ഒന്നുകൂടി കാണിച്ചിട്ട് ഇവിടെ ഞാൻ റാൻഡമായിട്ട് സ്ട്രിങ് ടൈപ്പ് ചെയ്യുന്നു, എക്സിക്യൂട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ലോഡിങ് വരും.
വെച്ചാൽ കൊടുത്തു ആ ലോഡിങ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കണത് ഒരു എക്സിക്യൂഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യുമ്പോൾ വെച്ചാൽ മലീഷ്യസ് കോഡ് നമ്മൾ ഇടാൻ പോകണം. ഓക്കെ, ഒരു മലീഷ്യസ് കോഡ് നമ്മളിവിടെ ഇഞ്ചെക്റ്റ് ചെയ്യാൻ പോകണം. അത് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് സെർവർ അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഇത് കണ്ടോ PHP എന്ന് കണ്ടോ നിങ്ങൾ കണ്ടില്ലേ, PHP portal.php ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉറപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കുക PHP പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈ സെർവറിൽ റൺ ആവുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, നമ്മുടെ സെർവറിൽ ഈ ഒരു സെർവറിനകത്ത് PHP പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റൺ ആവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പൈത്തൺ റൺ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു പൈത്തണിൻ്റെ കോഡ് എഴുതി അത് റൺ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഡെഫിനറ്റായിട്ട് പൈത്തണിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം, അല്ലാണ്ട് അത് റൺ ആവില്ല. ഇപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് സിസ്റ്റത്തിനകത്ത് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അല്ലേ. ആ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ആ ടൂളോ ഇൻസ്റ്റാൾ ആവാണ്ട് ആ സാധനം വർക്കാവില്ല. അതേപോലെ തന്നെയാണ് വെബ്സൈറ്റ് ഈ സെറ്റ് ചെയ്ത സെർവറിനകത്ത് അതിനകത്തുള്ള പ്രോഗ്രാമിംഗ് റൺ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഗ്രാമിംഗ് അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ആയിരിക്കണം. അപ്പോൾ ഇതിനകത്ത് PHP ഉണ്ട് എന്നുള്ളത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ .php എന്നുണ്ട് അവിടെ. അപ്പോൾ ഉറപ്പായിട്ടുന്നുണ്ട് ഇതൊരു PHPൻ്റെ ഒരു ഫയലാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് ഈ സാധനമൊക്കെ ഇവിടുന്ന് വരുന്നത് ബേസിക്കലി സെർവറിനാണ് വരുന്നത്. സെർവറിനകത്തുള്ള കോഡുകളും കാര്യങ്ങളും പേജുകളൊക്കെയാണ് അതുള്ളത്. അപ്പോൾ വെച്ചാൽ ഈ portal.php എന്ന് പറഞ്ഞാൽ സെർവറിനകത്തുള്ള ഒരു പേജാണ്. അപ്പോൾ ഇത് ലോഡായി വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും .php എന്ന് പറഞ്ഞൊരു ഫയലാണ് ലോഡായിട്ട് വരുന്നെങ്കിൽ PHPൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെർവറിനകത്ത് ഇൻസ്റ്റാൾഡ് ആണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അത് ഉറപ്പിച്ചു. ജസ്റ്റ് ഞാനിവിടെ എന്ത് ചെയ്യണം PHP ആഡ് ആക്കണം. ഒന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്, എന്നാലും ഞാൻ വെറുതെ ഒന്ന് ഇവിടെ നിന്ന് ആഡാക്കി വെക്കുന്നു എന്ന് മാത്രം, നമുക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. PHP ഓക്കെ, അപ്പോൾ വെച്ചാൽ വെബ്സൈറ്റ് ഉണ്ട്, അതുകൂടാതെ തന്നെ PHPൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെന്ന് വെച്ചാൽ PHPൻ്റെ ഒരു മലീഷ്യസ് കോഡ് ഞാനിവിടെ ഇട്ടു, എന്നിട്ട് അത് സെർവറിനകത്ത് കൊണ്ടുപോയി റൺ ചെയ്യിപ്പിച്ചിട്ട് ഈ സെർവർ ഞാനങ്ങ് ഹാക്ക് ചെയ്യും. അതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ PHP റിവേഴ്ഷ്യൽ സ്മോൾ റിവേഴ്ഷ്യൽ എന്ന് കൊടുക്കുക എന്ന് വെച്ചാൽ ഇതിനകത്ത് പോയിട്ട് കുറേ റിവേഴ്ഷ്യൽ വരും. റിവേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ മലീഷ്യസ് കോഡാണ്. അതെന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ ഇവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ റിവേഴ്ഷ്യൽ ഉണ്ടോ, ഒരു റിവേഴ്ഷ്യൽ എടുക്കുകയാണ്. ഈ മലീഷ്യസ് കോഡിനാണ് റിവേഴ്ഷ്യൽ എന്ന് പറയുന്നത്. ഈ റിവേഴ്ഷ്യൽ ഞാൻ എടുക്കുന്നു, എന്നിട്ട് ജസ്റ്റ് താഴെ പോയിട്ട് ഇങ്ങനത്തെ ഒരുപാട് കോഡുകളുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ ഈ കോഡ് ഞാൻ അങ്ങ് എടുക്കുന്നു. PHPൻ്റെ ഒരു റിവേഴ്ഷ്യലാണ് എടുക്കുന്നത്. ഇതാണ് മലീഷ്യസ് കോഡ്, ഞാൻ പറഞ്ഞിട്ടുള്ള ഹാക്കിംഗ് കോഡ്. അപ്പോൾ ഈ കോഡ് ഞാൻ കോപ്പി ചെയ്യണം. ഈ കോഡ് ഞാൻ കോപ്പി ചെയ്തിട്ട് നേരെ പോയിട്ട് എന്താ വെച്ചാൽ നമ്മുടെ ഈ കമാൻഡ്സ് ഉണ്ടല്ലോ ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഇവിടെ IP പോർട്ട് നമ്പറുണ്ട് അല്ലേ, IP പോർട്ട് നമ്പറുണ്ട്. ഇതിനാണ് ഇത് IP അഡ്രസ്സും ഇത് പോർട്ട് നമ്പറാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ ആദ്യം തന്നെ എൻ്റെ ലിനക്സിൻ്റെ IP അഡ്രസ്സ് ഞാൻ തപ്പുകയാണ്. ഇഫ് കോൺഫിഗ് അടിക്കാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇതിനകത്ത് വെച്ചാൽ നമുക്ക് IP അഡ്രസ്സ് പലതും കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് VPN കണക്ട് ചെയ്തപ്പോൾ കിട്ടിയ IP അഡ്രസ്സ് ഈ താഴെയുള്ളതാണ്. ഈ TU10 ഉണ്ടല്ലോ, ഇതാണ് VPN കണക്ട് ചെയ്തപ്പോൾ കിട്ടിയ അഡ്രസ്സ്. ഇത് നമ്മുടെ ലിനക്സിന് കിട്ടിയ IP അഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ലിനക്സിന് എന്തുണ്ട്, ഒരു പ്രൈവറ്റ് IP അഡ്രസ്സ് വേറെ ഉണ്ട്, എൻ്റെ വീട്ടിലുള്ള വൈഫൈയിൽ കണക്ട് ചെയ്തപ്പോൾ കിട്ടിയ IP അഡ്രസ്സ്. അതുകൂടാതെ തന്നെ എന്തുണ്ട്, VPN കണക്ട് ചെയ്ത IP അഡ്രസ്സും ഉണ്ട്. സോ ഈ VPN കണക്ട് ചെയ്ത IP അഡ്രസ്സ് കോപ്പി ചെയ്യുക, കാരണം മറ്റേ IP അഡ്രസ്സ് എടുത്തിട്ട് കാര്യമില്ല. VPN കണക്ട് ചെയ്ത IP അഡ്രസ്സേ കിട്ടിയിട്ട് കാര്യമുള്ളൂ. പിന്നെ ഇതിനകത്ത് പോർട്ട് ഫോർവേഡിങ് അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല. നിങ്ങളെന്ത് ചെയ്യുക വെച്ചാൽ പയ്യെ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകുമെന്ന് അറിയാം, എന്നാലും ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കുക. വിട്ടുപോയ പോയിൻ്റ് എവിടെയാണോ അത് നിങ്ങൾ റിസർച്ച് ചെയ്ത് പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഇത് കണക്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഈ IP അഡ്രസ്സ് കോപ്പി ചെയ്യണം. ഈ IP അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് എന്താ വെച്ചാൽ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇതെന്താണ്, എൻ്റെ ലിനക്സിൻ്റെ IP അഡ്രസ്സാണ്. ഇനി പോർട്ട് നമ്പർ വേണമെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇത് തന്നെ ഇരിക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം, 1 2 3 4 എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇത് ഇവിടെ തന്നെ നടന്നോട്ടെ. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ NC-LVNP പോർട്ട് നമ്പർ എത്രയായിരുന്നു അവിടെ കൊടുത്തത്, 1337 ഹിറ്റ് ആൻഡ് കൊടുക്കും. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഓക്കെ, ഇവിടെ ഞാൻ അങ്ങനെ ഒരു ലിസണിങ് ഓപ്പൺ ഇട്ടിട്ടുണ്ട്. ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് ഈ കോഡ് റൺ ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ കോഡിനകത്ത് ഞാൻ എൻ്റെ എൻ്റെ IP അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇത് വേറെ IP അഡ്രസ്സാണ്, ഇത് വേറെ IP അഡ്രസ്സും ഇത് വേറെ IP അഡ്രസ്സുമാണ്.
ഇതാ സെർവറിൻ്റെ IP അഡ്രസ്സും ഇത് എൻ്റെ കാലി ലിനക്സിൻ്റെ IP അഡ്രസ്സാണ്. സെർവർ വേറെ സിസ്റ്റമാണ്, കാലി ലിനക്സ് വേറെ സിസ്റ്റമാണ്, നിങ്ങളത് മനസ്സിലാക്കണം. എന്നിട്ട് ഇവിടെ പോർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാനിത് എക്സിക്യൂട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ മലീഷ്യസ് കോഡ് എന്ത് ചെയ്യും, നേരെ എന്തായിരിക്കും ഇവരുടെ സെർവറിൽ ചെന്ന് വീഴും. ആയത് ഈ IP അഡ്രസ്സിൻ്റെ സെർവറിൽ ചെന്ന് വീഴും. എന്നിട്ട് അത് റണ്ണാവുമ്പോൾ എന്താ കൊടുക്കുന്നത്, ഇതിനകത്ത് എൻ്റെ IP അഡ്രസ്സും ഉണ്ട്, അതേപോലെ തന്നെ പോർട്ട് നമ്പറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിനകത്തുള്ള ഷെല്ല് അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിനകത്തുള്ള ഒരു ഡാറ്റ എന്തായിരിക്കും എന്ന് വെച്ചാൽ നേരെ എടുത്തിട്ട് എനിക്ക് എൻ്റെ സിസ്റ്റത്തിലേക്ക് അങ്ങ് എത്തിക്കും. ബിക്കോസ് എൻ്റെ IP അഡ്രസ്സാണ് ഇവിടെ മെൻഷൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഇത് എക്സിക്യൂട്ട് കൊടുക്കുന്ന സമയത്ത് ഈ മലീഷ്യസ് കോഡ് നേരെ എന്തിരിക്കുന്നത് വെച്ചാൽ ആ ഒരു സെർവർ ഏതാണോ സെർവർ ആ സെർവറിൽ പോയി റണ്ണാവുന്ന സമയത്ത് എന്തിരിക്കുന്നത് വെച്ചാൽ ഇത്രയും കോഡുകളുണ്ട്. അപ്പോൾ ഈ കോഡിനകത്ത് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു സെർവറിൻ്റെ ഷെല്ല് എടുത്തിട്ട് അറ്റാക്കറിന് കൊടുക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ എനിക്ക് തരണം എന്നുള്ളതാണ്. ഷെല്ല് മീൻസ് എന്താ വെച്ചാൽ അതിൻ്റെ ടെർമിനൽ അങ്ങനെ തന്നെ നിങ്ങൾ കരുതിക്കും, കൂടുതലൊന്നും ചിന്തിക്കേണ്ട. അതിൻ്റെ ടെർമിനലിലേക്കുള്ള ഒരു ആക്സസ് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. ബാക്കിയുള്ളത് നിങ്ങൾ റിസർച്ച് ചെയ്യുക, ഈ ഷെല്ല് എന്താണെന്നും. അതേപോലെ തന്നെ അതിനകത്ത് തന്നെ ഒരുപാട് ഷെല്ലുണ്ട്, ZSH ഷെല്ല്, ബ്രൗൺ ഷെല്ല്, അങ്ങനെ ഒരുപാട് ഷെല്ലുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത് പഠിക്കുക. പറയുകയാണെങ്കിൽ ഓരോരോ പോയിൻറ്റ്സ് കൊടുത്ത് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മളെന്താ സംഭവിക്കുക വെച്ചാൽ ഇത് വീണ്ടും പറഞ്ഞുതരാം. ഈ മലീഷ്യസ് കോഡ് ഞാൻ എക്സിക്യൂട്ട് കൊടുക്കുന്ന സമയത്ത് നേരെ എൻ്റെ സിസ്റ്റത്തിന് ഈ വെബ്സൈറ്റിലൂടെ നേരെ എന്തിരിക്കും ആ വെബ്സൈറ്റിൻ്റെ സെർവറിൽ പോവും. എന്നിട്ട് അത് റണ്ണാവും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, ആ സിസ്റ്റത്തിനകത്തേക്കുള്ള ആക്സസ് കിട്ടും. ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണത് മലീഷ്യസ് കോഡ് എന്ന് പറയുന്നത്. ഇവിടെ എൻ്റെ IP അഡ്രസ്സും എൻ്റെ പോർട്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ, 2 സ്ക്രീനാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ എക്സിക്യൂട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്, ഇവിടെ എന്താ വരാൻ പോകുന്നതെന്ന് നിങ്ങൾ നോക്ക്. കണ്ടോ, ഇവിടെ ഒരു ഷെല്ല് കിട്ടി, മനസ്സിലായോ? ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ മലീഷ്യസ് കോഡ് ഇട്ട് എക്സിക്യൂട്ട് ബട്ടൺ പ്രസ് ചെയ്ത സമയത്ത് ആ കോഡ് നേരെ പോയിട്ട് ആ സെർവറിൽ പോയി റണ്ണായി. ഇപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നിട്ട് എനിക്ക് എന്ത് കിട്ടി, ഇങ്ങനെ ഒരു ഷെല്ല് കിട്ടി. എന്താ സംഭവിക്കുക വെച്ചാൽ ആ മലീഷ്യസ് കോഡ് റണ്ണായി കഴിഞ്ഞാൽ ആ സെർവറിനകത്തുള്ള ഡാറ്റാസ് മൊത്തം അല്ലെങ്കിൽ ആ സെർവറിനകത്തുള്ള ആക്സസ് എൻ്റെ കാലിലേക്ക് കിട്ടണം എന്നാണ് പറഞ്ഞു കൊടുത്തരുത്. അപ്പോൾ എന്ന് വെച്ചാൽ റെസ്പോൺസ് ആയിട്ട് വരുമ്പോൾ എനിക്ക് അതിലേക്കുള്ള ആക്സസ് കിട്ടും. ഇപ്പം ഞാൻ LS അടിക്കുകയാണെങ്കിലും ഓക്കെ, ആ സെർവറിനകത്തുള്ള ആക്സസ്സാണ്, PWD അതിലേക്കുള്ള ആക്സസ്സാണ്. ഇത് ഫുള്ള് ഞാൻ ആ സെർവറിനകത്താണ് ചെയ്യുന്നത്, നോട്ട് ഇൻ മൈ കാലി. കണ്ടോ, ഇതാണ് എൻ്റെ കാലി. ഞാനിവിടെ LS അടിക്കുന്നതും ഇവിടെ LS അടിക്കുമ്പോൾ വേറെ ഡാറ്റയും ഇവിടെ LS അടിക്കുമ്പോൾ വേറെ ഡാറ്റയാണ് വരുന്നത്, മനസ്സിലാക്കണം. അപ്പോൾ ഇത് എവിടെയാണ്, ഇത് എൻ്റെ കാലിൻ്റെ ടെർമിനലല്ല എന്ന് മനസ്സിലാക്കുക. കാലിൻ്റെ അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കോളൂ, ഇനി ഞാൻ ഇപ്പോൾ കൂടുതലായിട്ട് പറയുന്നില്ല. കാലിൻ്റെ ടെർമിനലല്ല എന്ന് മനസ്സിലാക്കുക. ഇത് വേറെ സിസ്റ്റത്തിൻ്റെ ടെർമിനലാണ്. വിച്ച് മീൻസ് അത് ഏതിൻ്റെയാണ്, നമ്മുടെ ഈ ഒരു റിക്കിൾ പിക്കിൻ്റെ എന്താ പറയുക അതിൻ്റെ എന്താണ് ഷെല്ലാണ് കിട്ടിയത്, മനസ്സിലായോ? അപ്പോൾ നോർമലി ഇത്രയേ ഉള്ളൂ സംഗതി എന്ന് പറയുന്നത്. ഒരു മലീഷ്യസ് കോഡ് ഇടുന്നു, എക്സിക്യൂട്ട് കൊടുക്കുന്നു, അതിലേക്ക് ഷെല്ല് കിട്ടുന്നു, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു സെർവർ കോംപ്രമൈസ് ആവുന്നത്. ഇപ്പോൾ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്താണ് നമ്മളുള്ളത്, മനസ്സിലായില്ലേ? OMI അതേപോലെ തന്നെ ഇഫ് കോൺഫിഗ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും 10.48.168.86 ഈ IP അഡ്രസ്സ് അല്ലേ ഈ വെബ്സൈറ്റിൻ്റെത്. നോക്കൂ, ഈ അഡ്രസ്സാണ് ഇവിടെ വരുന്നത്. ഞാൻ ഇഫ് കോൺഫിഗ് അടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. ഇഫ് കോൺഫിഗ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ IP അഡ്രസ്സ് കിട്ടുക. ഇപ്പോൾ അവരുടെ കമ്പ്യൂട്ടറിൽ അടിച്ചപ്പോൾ അവരുടെ IP അഡ്രസ്സ് കിട്ടി. വിച്ച് മീൻസ് നമ്മൾ ആ സെർവർ ഹാക്ക് ചെയ്തു, ആ സെർവറിനകത്തേക്ക് കയറി. ഇങ്ങനെയാണ് ശരിക്കും ഒരു സെർവർ കോംപ്രമൈസ് ചെയ്യുക, അല്ലെങ്കിൽ സെർവറിനകത്തേക്ക് ആക്സസ് എടുക്കുക. ക്ലിയർ? ഇതിൻ്റെ അകത്ത് ഇനി അടുത്ത സ്റ്റെപ്പ് ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ പ്രിവിലേജ് എസ്കലേഷൻ എന്നാണ് പറയുക അതിന്. അത് എന്ത് ചെയ്യുക വെച്ചാൽ അത് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ തരുന്നൊരു ടോപ്പിക്കാണ്. അത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, അങ്ങ് കണ്ടുപിടിക്കുക. ഓക്കെ, പ്രിവിലേജ് എസ്കലേഷൻ എന്ന് വെച്ചാൽ പ്രിവിലേജ് എസ്കലേഷൻ എന്താണ്, അതേപോലെ തന്നെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ അങ്ങനെ 2 ടൈപ്പുകളുണ്ട്. അത് വെച്ചിട്ട് എങ്ങനെയാണത് പ്രിവിലേജ് എസ്കലേറ്റ് ചെയ്യുക. ഇത് നിന്നിട്ടില്ല, ഇപ്പം നമ്മൾ ജസ്റ്റ് സെർവറിലേക്ക് ആക്സസ് എടുത്തിട്ടുള്ളൂ, ബാക്കിയും ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത് നിങ്ങൾ വേണമെങ്കിൽ ChatGPT അല്ലെങ്കിൽ യൂട്യൂബോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സെർച്ച് ചെയ്ത് ഒന്ന് ജസ്റ്റ് പഠിക്കാം. ഓക്കെ, അപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഒരു റിസർച്ചിങ് ഏരിയയാണ്. അപ്പോൾ നിങ്ങളുടെ മാക്സിമം റിസർച്ച് സ്കിൽസ് പുറത്തെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി നമ്മളിന്ന് ചെയ്ത കാര്യങ്ങളെന്ന് വെച്ചാൽ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്ത് പറയാം. നമ്മളെന്താ വെച്ചാൽ ഒരു
സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു ആപ്ലിക്കേഷനകത്ത് ലോഗിൻ ചെയ്ത് കയറി. അപ്പോൾ അതിനകത്ത് ഒരു സെർച്ച് ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെർച്ച് ബോക്സിനകത്ത് നമ്മൾ എന്ത് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെർവറിൽ പോയി റൺ ആയിട്ടാണ് നമുക്ക് റെസ്പോൺസ് വരുന്നത്. അപ്പോൾ നമ്മൾ മലീഷ്യസ് കോഡ് ഇട്ട് കഴിഞ്ഞാലും അതും സെർവറിൽ പോയി റൺ ആവും. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഈ മലീഷ്യസ് കോഡിനകത്ത് അറ്റാക്കറിൻ്റെ IP അഡ്രസ്സും പോർട്ട് നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ ആ മലീഷ്യസ് കോഡ് ആ സെർവറിനകത്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ അറ്റാക്കറിന് എന്ത് കിട്ടും, ആ സിസ്റ്റത്തിലേക്ക് ആക്സസ് കിട്ടും. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആ സിസ്റ്റത്തിലേക്ക് ആക്സസ് കിട്ടി. ഇപ്പോൾ ഞാൻ എല്ലാം അടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു IP ഉണ്ടല്ലോ അതിൻ്റെ സെർവറിലേക്കാണ്, വിച്ച് മീൻസ് ഈ ഒരു സെർവറിലേക്ക് നമുക്ക് എന്ത് ചെയ്ത് കിട്ടി, ആക്സസ് കിട്ടി. നമ്മൾ നമ്മുടെ കാലിൻ്റെ ടെർമിനൽ മാനേജ് ചെയ്യുന്ന അതേപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ടെർമിനലും മാനേജ് ചെയ്യാം. സോ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും വളരെ ക്ലിയറായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.